ഈ കാണുന്നത് എല്ലാവരും ഒരു പ്രധാനപ്പെട്ട വീട് കാണാൻ വേണ്ടി എത്തിയതാണ്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതല്ലേ നമ്മുടെ ബിഗ് ബി മമ്മുക്കാട ബിഗ് ബിയുടെ വീടാണത്. അടിപൊളി. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്കൽ മരിച്ചു. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഇതാണ് വാസ്കോ ഹൗസ് അഥവാ ബിഗ് ബി ഹൗസ്. 2007 അമൽ നീര സംവിധാനം ചെയ്ത ബിഗ് ഹൗസിലെ പ്രധാനപ്പെട്ട ഒരു വീടാണിത്. ഇപ്പോൾ ഇതൊരു ഷൂട്ടിംഗ് കേന്ദ്രം തന്നെയാണെന്ന് പറയാം. ഒട്ടനവധി ആളുകളാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നത്. ബിഗ് ബി ഹൗസ് എന്നാണ് ഇപ്പോൾ ഇതിനെ പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നിർമ്മിച്ച ഈ വീട് വാസ്കോ ഡ ഗാമയുടെ വസതിയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ എത്തുമ്പോഴും ഒരുപാട് ഫോട്ടോഷൂട്ടും റീൽസും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, വിദേശ ടൂറിസ്റ്റുകൾ വരെ ഇവിടെ എത്തി ഗൈഡുകൾ ഈ വീടിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ബിഗ് ബി ഹൗസ് എന്ന രീതിയിലാണ്. അത്രയും പോപ്പുലറായി ഒരു മമ്മൂട്ടി അമൽ നീരദ് ബിഗ് ബി ഉണ്ട്. അതിൻ്റെ 2ാം ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഐതിഹാസികമായ വാസ്കോ ഹൗസിൽ നിന്ന് ഒരു കല്ലേറ് അകലെയാണ് ഹോട്ടൽ ആർച്ചസ് ആൻഡ് റൊസായ് ഉള്ളത്. ഇത് എൻ്റെ വൈഫിൻ്റെ എളാപ്പയുടെ ഹോട്ടലാണ്. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇവിടെ നിന്നാണ്. 3 തവണ ഈ റെസ്റ്റോറൻറ്റിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഹോട്ടലിൻ്റെ അകക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഈ ഹോട്ടലിൻ്റെ എൻട്രൻസ് ഭാഗം. ഒരു ലക്ഷറിയസ് ലുക്കാണ് ഈ ഹോട്ടലിനുള്ളത്. ആകർഷകവും ചരിത്രപരമായ ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വുഡ് കൊണ്ടുള്ള നിർമ്മിതികളാണ് ചുമരുകളും മേൽക്കൂരയും കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത്. വളരെ നല്ലൊരു ലക്ഷറിയസ് ലുക്ക്. ഫോർട്ട് കൊച്ചിയിലെ വലിയൊരു ഭൂപടം ഈ ഷോക്കേസിൽ എനിക്കിവിടെ കാണുവാൻ സാധിച്ചു. റിസപ്ഷൻ ഏരിയ മുഴുവനായി തന്നെ മരം കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് ഉള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള റിസപ്ഷൻ ഏരിയയാണ് ഇത്. ഇതാണ് റെസ്റ്റോറൻറ്റിന് 3 വർഷത്തെ അവാർഡ് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഒരു ലക്ഷറിയസ് ലഞ്ച് തന്നെയായിരുന്നു ഇവിടുത്തെ. ഒരു വെറൈറ്റി ഹെൽത്തി ഫുഡ്. എനിക്കിത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകക്കാഴ്ച. നാടൻ തനിമയിൽ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അതിൽ വ്യത്യസ്തപൂർണമായിട്ടുള്ള വിഭവങ്ങൾ. ഒരു ലക്ഷറിയസ് അനുഭവം തന്നെയായിരുന്നു. ഇനി നമുക്ക് ഹോട്ടൽ കാഴ്ചകളിലേക്ക് പോകാം. എൻ്റെ അഭ്യർത്ഥന പ്രകാരം എളാപ്പ നിർദ്ദേശിച്ച പ്രകാരം ഇവിടുത്തെ കാര്യസ്ഥൻ എന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ ചില ഭാഗങ്ങളിലെല്ലാം മെയിൻ്റനൻസ് പണി നടക്കുന്നുണ്ട്. എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് മെയിൻ്റനൻസ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു ലക്ഷറിയസ് ഹോട്ടലാണിത്. ഗോവണിപ്പടികളെല്ലാം മരം കൊണ്ടാണ് ഉള്ളത്. ഒരു കേരളത്തനിമ വിടാതെയുള്ള ഒരു ഹോട്ടൽ. റൂം നമ്പർ 201. ഇതാണ് ഹോട്ടൽ റൂം. അടിപൊളിയല്ലേ? ഒരു ഡീലക്സ് റൂം എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ വിദേശിയർ മാത്രമല്ല സ്വദേശികളും ഇവിടെ റൂമെടുത്ത് താമസിക്കാറുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്ക് വരുന്നവരും ടൂറിസ്റ്റായി വരുന്നവരും സ്റ്റേക്കേഷനായിട്ട് വരുന്നവരും എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല ലക്ഷറിയസ് ഹോട്ടലാണ് ഹോട്ടൽ ആർച്ചസ്.
ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വാസ്കോ ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ പഴയ തനിമ ചോരാതെ ആധുനികത കൂട്ടിയിണക്കിയുള്ള ഒരു സ്റ്റേക്കേഷൻ. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. വളരെ ആകർഷകമായിട്ടുള്ള ഒരു പോർച്ചുഗീസ് ലുക്ക്. ഓരോ ഫ്ലോറിലും ഇതുപോലുള്ള കോമൺ സിറ്റിംഗ് ഏരിയകളുണ്ട്. ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ വഴിയുള്ള ബുക്കിങ്ങുകളും അവൈലബിൾ ആണ്. എല്ലാവിധ പ്രശസ്തമായ ബുക്കിംഗ് ആപ്പുകൾ മുഖേനയും നിങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പേര് മറക്കണ്ട, ഹോട്ടൽ ആർച്ചസ്, ഫോർട്ട് കൊച്ചി. ഞാനങ്ങനെ ഹോട്ടൽ ആർച്ചസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ, ഇതിൻ്റെ മുമ്പിൽ റീൽസ് എടുക്കുന്ന തിരക്കിലാണ്. ഇത് ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതിപ്രശസ്തമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ ബിലാൽ ഹൗസിനോട് വിട പറഞ്ഞ് ഞാൻ അടുത്ത ഒരു ലൊക്കാലിറ്റിയിലേക്ക് കൊണ്ടുപോകാം. ഈ ഭാഗത്തെ റോഡും പരിസരമാണ് ഈ കാണുന്നത്. ദേ അങ്ങോട്ട് നോക്കിയേ, അങ്ങകലെ മറ്റൊരു ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും എല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ എപ്പോഴും ബഹളമയമാണ്. പക്ഷേ ഇവിടെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാറില്ല ആരും. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പഴയകാല വസതി. ഫോർട്ട് കൊച്ചിയിലെ ഇതിനോട് തൊട്ടനുബന്ധിച്ച് തന്നെയാണ് ഈ വസതി ഉള്ളത്. ഇപ്പോൾ ഇവിടെ സ്റ്റേക്കേഷനോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. ഇതിന് അടുത്തായി തന്നെ ഓപ്പോസിറ്റ് സൈഡിലൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഷോപ്പുണ്ട്. അവിടെ ഇദ്ദേഹം ഒരു പ്രത്യേകതരം ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. നമുക്ക് കുറച്ച് നേരം ഇത് കേൾക്കാം. മേത്തോട്ട് ഒന്നും ആകുന്നില്ല. കുറച്ച് പരിശീലനം തന്നെ നന്നായിട്ട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്ത യാത്രയിലേക്ക് പോവുകയാണ്. ഇതിനടുത്തായി തന്നെയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള പ്രീതി സ്റ്റോഴ്സ് ഉള്ളത്. അത് ഈ കെട്ടിടത്തിലാണ് ഉള്ളത്. വളരെ പഴയ ഒരു ഷോപ്പാണിത്, പ്രീതി സ്റ്റോഴ്സ്. ഇവിടെ അടുത്തുള്ള ഏത് ഓട്ടോക്കാരോട് ചോദിച്ചാലും പ്രീതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചു തരും. പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അകത്ത് അതിവിശാലമായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണിത്. ഇതാണ് എളാപ്പ, പേര് മുഹമ്മദ്. ഫോർട്ട് കൊച്ചിയിൽ അറിയാത്തവർ വിരളമായിരിക്കും. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഇദ്ദേഹത്തെ ഒരു തവണ കണ്ടാൽ പിന്നെ ആരും മറക്കില്ല. എല്ലാവർക്കും നന്മകൾ മാത്രം വരാൻ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തെ ഏവർക്കും പ്രിയങ്കരനായിരിക്കും. ഞങ്ങളിപ്പോൾ ഡോൺ ബോസ്കോ സ്കൂളിനടുത്താണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ മകളെ സ്കൂളിൽ നിന്നും വിളിക്കുവാൻ വേണ്ടി വന്നതാണ്. ഇതിനടുത്തായി ഒട്ടനവധി ഷോപ്പുകൾ കാണുവാനിടയായി. എല്ലാം ചെറിയ ചെറിയ കഫകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. എല്ലാവരും ഉച്ചമയക്കത്തിലായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഇവിടെയെല്ലാം സജീവമാകുവാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിലെ വിരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ജങ്കാർ ബോട്ട് സർവീസിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ വാഹനം വൈപ്പിനിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ജങ്കാറിൽ വാഹനവുമായി വരികയാണെങ്കിൽ ഒട്ടനവധി സമയം നമുക്ക് വേസ്റ്റ് ആകുവാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ ജങ്കാർ പിടിച്ച് ഇവിടെ വന്ന് ഓട്ടോയിലാണ് ഞങ്ങൾ എളാപ്പയുടെ വീട്ടിലേക്ക് പോയത്. മിനിമം ചാർജ് മാത്രമേ ഇവിടേക്കുള്ളൂ. ജങ്കാർ ബോട്ട് സർവീസിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ ആർച്ചസും ബിഗ് ബിയും പ്രീതി സ്റ്റോഴ്സും പിന്നെ ഞാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ജങ്കാർ ബോട്ട് സർവീസ് കൂടെ കാണിച്ചു തരാം. ഇതാണ് ജങ്കാർ ബോട്ട് സർവീസ്. ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിലുള്ള ഏക ജങ്കാർ സർവീസ് ഇതായിരിക്കും. ആളുകളെയും വാഹനങ്ങളെയും കയറ്റിപ്പോകുന്ന ഈ സർവീസ് ഇപ്പോൾ വളരെ സുതാര്യമായിട്ടാണ് ഉള്ളത്. വാഹനം കയറ്റുവാനും ഇറക്കുവാനും മുമ്പത്തെ പോലെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴില്ല. നേരെ വാ നേരെ പോകുന്ന രീതിയിലാണ്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് രീതിയിൽ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ക്യൂ ഒരുപാട് നിൽക്കേണ്ടതായിട്ട് വരും. ജങ്കാർ കടന്ന് തൊട്ടടുത്തുള്ള യാത്രയൊക്കെ ആണെങ്കിൽ വാഹനം പാർക്ക് ചെയ്ത് കാൽനടയായി ജങ്കാർ യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ ഇനിയുമുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായി. ഞാനൊരു ചിത്രീകരണത്തിനായി വന്നതല്ലാത്തത് കൊണ്ട് സമയക്കുറവ് ഒരുപാടുണ്ട്. സോ ഇനി എപ്പോഴെങ്കിലും ഫോർട്ട് കൊച്ചിയുടെ വിശദമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കാം. So thank you very much for watching this video. Have a nice day. Bye.